തെങ്കാശിയിലുള്ള ഒരു മുരുകൻ ക്ഷേത്രത്തിലാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത്. ശ്രീ തിരുമല കുമാരസ്വാമി ക്ഷേത്രം അല്ലെങ്കിൽ തിരുമല മുരുകൻ തിരുക്കോവിൽ എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. ഏകദേശം 624 പടികൾ കയറി വേണം ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാൻ. മുരുകൻ 4 കൈകളോട് കൂടി നിൽക്കുന്ന ഭാവത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഈ പ്രതിഷ്ഠയെ തിരുമല കുമാരസ്വാമി ക്ഷേത്രം അല്ലെങ്കിൽ തിരുമല മുരുകൻ കോവിൽ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇവിടെ കാണുന്ന എല്ലാ പടികളും തന്നെ ഈ മല വെട്ടിയെടുത്ത് സ്റ്റെപ്പ് മാതിരി രൂപപ്പെടുത്തിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ കുത്തനെയുള്ള കയറ്റങ്ങളാണ്. വളരെ സാവധാനം മല കയറുക, ആവശ്യമെങ്കിൽ വിശ്രമം എടുത്തുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. റോഡ് മാർഗവും നമുക്ക് ഈ ക്ഷേത്രത്തിന് മുകളിലേക്ക് എത്തിച്ചേരാം. നമ്മുടെ സ്വന്തം വാഹനത്തിലോ അല്ലെങ്കിൽ ക്ഷേത്രം വക താഴെ നിന്ന് മിനി ബസ്സുകൾ മുകളിലേക്ക് വരുന്നുണ്ട്. ഈ ബസ്സുകളെല്ലാം തികച്ചും സൗജന്യമായിട്ടാണ് ഈ സർവീസുകളെല്ലാം നടത്തുന്നത്. മല കയറി നമ്മൾ മുകളിലെത്തി കഴിഞ്ഞാൽ തെങ്കാശിയുടെ മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുക. അങ്ങനെ മല കയറി ഞങ്ങൾ ക്ഷേത്രത്തിന് മുകളിലെത്തിയിരിക്കുകയാണ്. ക്ഷേത്രത്തിൽ കാര്യമായിട്ട് തിരക്കൊന്നും നിലവിൽ ഇവിടെ കാണാനില്ല. ഈ തറയിൽ കാണുന്ന ഈ വെള്ള പെയിൻ്റ് അടിച്ച സ്ഥലത്തുകൂടെ നമ്മൾ നടക്കുമ്പോൾ നല്ല വെയിലുള്ള സമയത്ത് നമ്മുടെ കാലുകൾക്ക് ചൂടേൽക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ ക്ഷേത്രത്തിന് ചുറ്റും ഭക്തർ നടക്കുന്ന വഴിയിൽ ഇതുപോലെ അടിച്ചു വച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് കാണുന്ന നല്ലൊരു കാഴ്ചയാണ്. ഇവിടെ ഇതുപോലെ ഈ ചെയറുകളിട്ടിരിക്കുന്നത് വരുന്ന ഭക്തർക്ക് വേണ്ടി റെസ്റ്റ് എടുക്കാൻ വേണ്ടിയാണ്. ഇവിടെ ഇരുന്ന് നമുക്ക് നല്ല കാഴ്ചകൾ കണ്ട് പശ്ചിമഘട്ട മലനിരകളാണ് അപ്പുറത്ത് കാണുന്നത്. അതിൻ്റെ താഴെ നേരെ എതിരായിട്ടിരുന്ന ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനുള്ള നല്ലൊരു സ്പോട്ടായിട്ടാണ് വരുന്ന ഭക്തർ ഇതിനെ കാണുന്നത്. ഇത്രയും വലിയ കുന്നിൻ്റെ മുകളിലായി വലിയൊരു ക്ഷേത്രകുളമാണ് ഈ കാണുന്നത്. കടുത്ത വേനലിൽ പോലും പറ്റാത്ത ഒരു പുണ്യതീർത്ഥക്കുളം. അഷ്ടപത്മകുളം എന്ന പേരിലാണ് ഈ പുണ്യതീർത്ഥം അറിയപ്പെടുന്നത്.
ദർശനം കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് വരുന്നത് ഈ വഴിയിലൂടെയാണ്. ദ്രാവിഡ ശൈലിയിലുള്ള വളരെയധികം കൊത്തുപണികളോട് കൂടിയ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു ഭാഗം. കല്ലുകളിൽ കൊത്തിയെടുത്ത ഒരു മയിലിൻ്റെ രൂപം, അതുപോലെ തന്നെ സ്റ്റെപ്പിൻ്റെ രണ്ട് വശത്തും ചെറിയ ആനകളുടെ ശില്പങ്ങൾ കാണാം. മുരുകൻ അഗസ്ത്യമുനിക്ക് ദർശനം നൽകിയത് ഇവിടെ വെച്ചായിരുന്നു. ക്ഷേത്രത്തിൻ്റെ നിലവിലുള്ള ഘടനയുടെ ഭൂരിഭാഗവും 15-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണ്. 18-ാം നൂറ്റാണ്ടിലെന്ന് വിശ്വസിക്കുന്ന ചുരുക്കം ചില ലിഖിതങ്ങൾ ക്ഷേത്രത്തിൽ നിന്നും ആ കാലത്ത് ലഭിച്ചിരുന്നു. കേരളത്തിൻ്റെ അതിർത്തിയോട് ചേർന്ന പശ്ചിമഘട്ട മലനിരകളാൽ ചുറ്റപ്പെട്ട അതിപുരാതനമായ ഒരു ക്ഷേത്രമാണ് തിരുമല കുമാരസ്വാമി അല്ലെങ്കിൽ തിരുമല മുരുകൻ ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ അകത്തേക്കുള്ള പ്രധാന കവാടം. ഈ കവാടത്തിലൂടെ നമ്മൾ അകത്ത് കടന്ന് വളരെ നേരം ക്യൂ നിന്ന് വേണം ഭഗവാനെ ദർശിക്കാൻ. ടിക്കറ്റ് എടുത്തുകൊണ്ടുള്ള എൻട്രിയും ഇവിടെ അവൈലബിൾ ആണ്. 100 രൂപ, 20 രൂപ എന്നിങ്ങനെയാണ് അതിൻ്റെ നിരക്കുകൾ. ഭഗവാന്റെ ക്ഷേത്രങ്ങളെല്ലാം തന്നെ ഏറെക്കുറെ മലയുടെ മുകളിലാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഞാനൊരു ക്ഷേത്രം കണ്ടത് തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ജില്ലയിലുള്ള തിരുച്ചെന്തൂർ മുരുകൻ ക്ഷേത്രം. ബംഗാൾ ഉൾക്കടലിനോട് ചേർന്ന് നിൽക്കുന്ന, ആ കടലിൻ്റെ തീരത്തോട് ചേർന്ന് നിൽക്കുന്നൊരു മഹത്തായ ഒരു ക്ഷേത്രം. ഞങ്ങളിവിടെ വന്ന സമയത്ത് മലയുടെ മുകളിൽ ഇടവിട്ടുകൊണ്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മഴ പെയ്ത് കുറച്ച് കഴിഞ്ഞ് വെയിൽ വന്ന് വീണ്ടും മഴയായിട്ട് ഇങ്ങനെയാണ് അവിടുത്തെ ഒരു അന്തരീക്ഷം. പിന്നെ നല്ല കാറ്റും. അടിവാരത്താണെങ്കിൽ അവിടെ കാര്യമായിട്ട് മഴയൊന്നുമില്ല, നല്ല വെയിലുണ്ടാണ്. ഇങ്ങനെയായിരുന്നു ഈ ക്ഷേത്രത്തിൻ്റെ മുകളിലുള്ള കാലാവസ്ഥ. ഇടയ്ക്ക് മഴ, അത് കഴിഞ്ഞ് വെയിൽ, ഇന്നലെയൊക്കെയായിരുന്നു അവിടുത്തെ ഒരു അന്തരീക്ഷം.